ജൂനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പ് മത്സരത്തിൽ ഇതാ സ്വർണ്ണ നേട്ടവുമായി നിൽക്കുകയാണ് നമ്മുടെ സോണിയ. സോണിയ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് മെഡലൊക്കെ വന്നവരെ അവരുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റി. എന്റെ ഫസ്റ്റ് മെഡലാണ് ഹൈജമ്പില്, ഫസ്റ്റ് ഗോൾഡാണ്. സന്തോഷമുണ്ട്. ഞാൻ കേട്ടത് സോണിയ ആദ്യം ഒരു ഓട്ടക്കാരിയായാണ് തുടക്കം, അല്ലേ? പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ഹൈജമ്പിലേക്ക് കടക്കാനുള്ള ഒരു കാരണം എന്താണ്? അത് ഇഞ്ചുറി ആയിരുന്നു. അപ്പോ 2-3 മാസം മുന്നേ ഇഞ്ചുറി വന്നപ്പോ വേറൊന്നും റൺ ചെയ്യാൻ പറ്റാണ്ടായിപ്പോ സാറ് ഹൈജമ്പ് ചെയ്ത് നോക്കിപ്പിച്ചു. വലിയ ക്ലിക്കായി ഇപ്പോ ഹൈജമ്പിലോട്ടായി. ഹൈജമ്പ് നമ്മൾ എത്ര ഈ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴേക്കും എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? എത്ര കാലമായി? ഒരു 1.5 മാസം ട്രെയിൻ ചെയ്തിട്ടുള്ളൂ. അതില് ക്ലിക്കായി പോകുന്നു. 1.5 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഇത്ര ഗോൾഡിലേക്ക് എത്തുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ പരിശീലനമൊക്കെ? സാർ ഹൈജമ്പറാ, അപ്പോ സാറിന്റെ എല്ലാ ഫുൾ എഫേർട്ട് സാർ ഇട്ടോ. എന്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ സാറിന്റെ ടെക്നിക്സ് ഒക്കെ സാർ പറഞ്ഞു തന്നു. ബെസ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ സ്വർണം വാങ്ങിക്കും ഇവൾ പറഞ്ഞതുപോലെയാണെങ്കിൽ 1.5 മാസത്തെ പ്രാക്ടീസ് ആണ്, അതിൽ തന്നെ സ്വർണം വാങ്ങുന്നു. അപ്പോ എസ് എ കോച്ച് എന്താണ് ഇപ്പൊ പറയാൻ? സാറ്റിസ്ഫൈഡ് ആണ്. പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. ഫ്യൂച്ചറിൽ നമുക്ക് കാണാം ഇന്റർനാഷണൽ ലെവലില് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു മത്സരം. ഹൈ ജമ്പ് ആയിരിക്കില്ല, ലോങ് ജമ്പ് ആവും ഒരു പക്ഷെ, എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ലെവലിലാണ് സ്പീഡും ജമ്പ് ചെയ്യാനുള്ള ഇതും പിന്നെ മൈൻഡ് സെറ്റും നെവർ ഗീവ് അപ്പ് മൈൻഡ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് ഫ്യൂച്ചറിലേക്ക് അത് സോണിയുടെ ഡിസിഷനാണ്, എന്റെ ഡിസിഷനല്ല. അപ്പൊ അത് അവര് ഫോക്കസ്ഡ് ആവണം. ഞാൻ പറഞ്ഞില്ല, ഒരു ടൈം കഴിഞ്ഞാൽ ഇവരെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ടിരുന്ന് കഴിഞ്ഞാൽ, ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു ഇന്ത്യക്ക് വേണ്ടിയിട്ടൊക്കെ മത്സരിക്കാനുള്ള സംഭവം ഉണ്ട് എന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ. പക്ഷേ ഹൈജമ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ 1 മാസം കൊണ്ട് സോണിയക്ക് പറ്റുമെന്നുള്ള ഉറച്ച മാഷിന്റെ കോൺഫിഡൻസ് ആണ് സ്വാഭാവികമായിട്ടും അവൾക്കും ഇത്ര ആത്മവിശ്വാസം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവൾക്ക് കഴിയുമെന്ന് തോന്നല് വന്നത് എങ്ങനെയാണ്? സോണിയ എക്സ്പ്ലോസീവ് ആണ്, അതായത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഗ്രൗണ്ടിൽ നിന്ന്. അങ്ങനത്തെ ഒരു മസിൽ ടൈപ്പാണ് അത്. നാച്ചുറലി ഗിഫ്റ്റഡ് ആണത്. അപ്പൊ അത് എപ്പോഴും ഈ ഹൈ ജമ്പേഴ്സിന് വേണ്ടത് അത് തന്നെ. അപ്പൊ അത് ഒന്ന് മനസ്സിലായപ്പോ ഞാൻ അത് മാറ്റി നോക്കിയതാണ്. അറിയാം ഹൈ ജമ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, പക്ഷെ ഹൈറ്റിന്റെ ഒരു ഫാക്ടർ ഉണ്ട് ഫ്യൂച്ചറിലേക്ക് വരുമ്പോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് ടച്ച് ചെയ്യാണ്ടിരുന്നിരുന്നതാണ്. അപ്പൊ പിന്നെ സിറ്റുവേഷൻ ഫോഴ്സ് ചെയ്തപ്പോ വേറെ വഴിയില്ല, മെഡലിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇഞ്ചുറി ഹിറ്റ് ചെയ്തു, അത് 1 മാസം ഡിലേ വന്നു. അതിന് സെറ്റ് ബാക്ക് ഉണ്ടായി. ഇത് കഴിഞ്ഞ് റീഹാബ് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും ഒരു സെറ്റ് ബാക്ക് വന്നു. അപ്പോൾ വീണ്ടും അതൊരു 1.5 മാസം വീണ്ടും ഡിലേ. അപ്പോൾ 2.5 മാസം 3 മാസം അടുത്ത് പോയി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഈ 100-ഉം 200-ഉം ഗോൾഡ് വന്നതിൽ ഒരു പേര് സോണിയുടെ ആയിരിക്കും. അതിന്റെ ഉണ്ടായിരുന്നു, ആ റേഞ്ചിൽ എത്തി നിന്നിരുന്നു ആള്. 100 മീറ്ററിലും 200 മീറ്ററിലും ഇതിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അടുത്ത നാഷണൽ മീറ്റുകളിലൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും. പക്ഷേ പരിശീലനമൊക്കെ ഏത് സമയത്താണ്? അതായത് രാവിലെ മുതൽ അങ്ങനെയാണോ? എങ്ങനെയാണ് പരിശീലനം? രാവിലെ എന്ന് പറഞ്ഞാൽ എന്റെ വീട് സ്കൂളിന്റെ അവിടെ നിന്ന് 30-35 കിലോമീറ്റർ അകലെയാണ് വരുന്നത്. അപ്പൊ ഞാൻ രാവിലെ ഒരു 5 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും മാത്രമേ ടൈമിന് എത്താൻ പറ്റുള്ളൂ സ്കൂളിൽ. അപ്പോൾ 6:30, 6:15 എത്തും. അത് കഴിഞ്ഞ് ഒരു 9 o'clock വരെ, 9:15 വരെ ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈവനിങ് ഒരു 3:40 ഇവർ നേരത്തെ ഇറങ്ങും, ക്ലാസ്സിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും. അത് അവരുടെ ടീച്ചർമാരുടെ സഹായത്തോടെ. അപ്പോൾ ഒരു ട്രെയിനിങ്ങിന് ഇറങ്ങി ഒരു ട്രെയിൻ ചെയ്ത് ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ ഇവർ പോകും. അപ്പൊ എന്റെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് 5 o'clock ആൻഡ് എൻഡ്സ് വിത്ത് 7:30 അറ്റ് സ്കൂൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ലൈറ്റില് എന്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണുന്നത് സൺഡേസിലാണ്. കാരണം നേരത്തെ പോരും വൈകുന്നേരം എത്തും, അങ്ങനെയുള്ളൊരിത്. എന്നിരുന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം ചെയ്യുക, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ഇതുപോലെ കൂടുതലും പാവപ്പെട്ട വീട് എന്ന് പറഞ്ഞ പിള്ളേരാണ്. ആ കുട്ടികൾക്ക് ഒരു ഫ്യൂച്ചർ, ഒരു മെഡൽ കിട്ടി, ഒരു നാഷണൽ മെഡൽ, ഒരു സ്റ്റേറ്റ് മെഡലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഒരു ജോലി കിട്ടാനൊക്കെ സഹായിക്കും. എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യുന്ന ഒരു എഫേർട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഇവർ മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ ഒരിക്കലും എനിക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ വേറെ മത്സരത്തിനുണ്ടോ? പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ ഇന്നലെ 2 പേര് ഫൈനൽസിലുണ്ടായിരുന്നു. 100 ഫൈനലോടി സോണിയ ഉണ്ടായിരുന്നു, വേറെ കുട്ടി ഉണ്ടായിരുന്നു. ഒരാൾ 7th വന്നു. സോണിയ നാഷണൽ ക്വാളിഫൈഡ് ആണ്. പിന്നെ ത്രോ ചെയ്യുന്ന പയ്യൻ ആദിത്യൻ, അവൻ 2nd വന്നിട്ടുണ്ട്. ഇനി റിലേ വരുന്നുണ്ട്. അതൊക്കെ പുതിയ കുട്ടികളാണ്, ഒരു 4 മാസത്തെ ട്രെയിനിങ് മാത്രമുള്ള കുട്ടികളാണ്. എന്നിട്ട് അവൻ ആ പയ്യൻ ബെസ്റ്റ് 9-ൽ 100-ൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഫൈനലിൽ ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ വന്നില്ല. പക്ഷെ അത് ഫ്യൂച്ചറിലേക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. പറയുന്നത് നമ്മളെപ്പോഴും മികച്ചത് നൽകുമ്പോഴും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്നുള്ളതല്ലേ? എന്താണ് ശരിക്കും നമ്മുടെ എന്താണ് നേരിടുന്ന ബുദ്ധിമുട്ട്? അത് മെഡൽ കിട്ടിയ നല്ല സന്തോഷമുണ്ട്. പക്ഷെ അടുത്ത കൊല്ലം സാർ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. എന്റെ സ്കൂൾസ് കഴിഞ്ഞു, പക്ഷെ അതുപോലെ എന്റെ കൂടെ ട്രെയിൻ ചെയ്യുന്ന കുറെ പേരുണ്ട്. അവർക്കൊക്കെ അടുത്ത കൊല്ലം സാറിന്റെ കീഴിൽ ട്രെയിൻ ചെയ്യണം. എനിക്കായാലും സാറിന്റെ കൂടെ ഇനി വരുന്ന വർഷമൊക്കെ സാറിന്റെ കൂടെ ട്രെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത കൊല്ലം സാർ ഉണ്ടാവുമെന്ന് തന്നെ ഉറപ്പില്ല. കാരണം സ്റ്റുഡൻസിന്റെ ഷോർട്ടേജ് കാരണം. അപ്പൊ അതിനുവേണ്ട നടപടികളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കായിക അധ്യാപകർക്ക് വേണ്ടിയുള്ള ഇത് ചെയ്തു കൊടുക്കണം.
ആക്ച്വലി ഇവരും കൂടി അതായത് കഴിഞ്ഞ കൊല്ലം കുട്ടികളെ പിടിക്കാൻ പോകുമ്പോൾ ഇവരും കൂടി ഉണ്ടായിരുന്നു. ആ കുറവാണ് സ്കൂളിൽ. അതായത് ഈ കഴിഞ്ഞ കൊല്ലം ഞാനൊരു 40-42 കുട്ടികളെ കൊണ്ടുവന്നതിന് ശേഷമാണ് എന്റെ ജോബ് സേഫ് ആക്കിയത്. ഈ കൊല്ലവും അതേപോലെ 40 അതായത് ഇപ്പൊ സ്റ്റേറ്റ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയണ സഞ്ചിട്ട് ഇറങ്ങണം പിള്ളേരെ പിടിക്കാൻ ചാക്കിട, അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഇവര് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ പിടിക്കും. ഇവരെ ലോക്കൽ ഏരിയ എന്നുള്ള കുട്ടികളെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ ജോബ് സേഫ് ആയത്. അത് അവരും അതിന്റെ ബുദ്ധിമുട്ട് അവർ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ല, അവരുടെ ഒരു ആത്മാർത്ഥത്തോടു കൂടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഈ കൊല്ലം സെയിം പ്രൊസീജിയർ ഇവരുടെ സഹായത്തോടു കൂടി തന്നെ പോകണം. അപ്പൊ സ്കൂളിൽ കുട്ടികൾ കുറവാണ്. സ്കൂളിൽ പൊതുവെ കുട്ടികൾ കുറവാണ്. അതായത് ഞങ്ങളുടെ ജോബ് സർവൈവ് ചെയ്യണമെങ്കിൽ, എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ 8ഉം 9ഉം കൂടി 5 ഡിവിഷൻ വരും. ഹൈസ്കൂൾ പോസ്റ്റാണ്. ഈ 5 ഡിവിഷൻ നമ്മൾ ഹിറ്റ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഏരിയയുടെ ഒരു പ്രത്യേകതയും സ്കൂളിന്റെ ഒരു സിറ്റുവേഷനൊക്കെ കൂടിയിട്ട് അതൊരു വലിയ എന്താ പറയുക, ഒരു വലിയ ടാസ്ക്കാണ്. അതാണ്, മികച്ച കായിക പ്രതിഭകളെ ഉണ്ടാക്കുകയാണ്. പക്ഷേ ആ സമയത്ത് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതുകൂടി സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടണം എന്നുള്ളതാണ് ഇവർക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.